ശ്രീ മിച്ചുവിന്റെ കവിളിൽ തട്ടി വിളിച്ചു. മിത്ര, മോളെ, കണ്ണു തുറക്കടാ. അവൻ എത്ര വിളിച്ചിട്ടും അവൾ കണ്ണു തുറന്നില്ല. ശ്രീ അവളെ ഒന്നൂടെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഈശ്വര, എന്റെ കൊച്ച്. പെട്ടെന്ന് തന്നെ അവൻ അവളെ കൈകളെ കോരിയെടുത്ത് പുറത്തേക്ക് ഓടി. നടത്തളത്തിൽ ഇപ്പോഴും പൂജ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. മിച്ചുവിനെ കോരിയെടുത്ത് ആകുലതയോടെ ഓടി വരുന്ന ശ്രീയെ കണ്ട് എല്ലാവരും പകച്ചു നിന്നു. ശ്രീ അവളെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ശ്രീകുട്ട, എന്താടാ, എന്താ എന്റെ കുഞ്ഞിന് പറ്റിയേ? നല്ല ടെമ്പറേച്ചർ ഉണ്ട്, BP ലോ ആയതാന്ന് തോന്നുന്നു. ഞാൻ ഇവളെ കൊണ്ട് പോവാ, നിങ്ങളൊക്കെ പൂജ കഴിഞ്ഞ് അങ്ങ് വന്നാൽ മതി. എന്നാ മോളെ കൊണ്ട് നീ വേഗം പൊയ്ക്കോ. നന്ദു, എന്റെ ഷർട്ടും കീയും. അതും പറഞ്ഞ് ശ്രീ വേഗം മിച്ചുവിനെ കൊണ്ട് പുറത്തേക്ക് ഓടി. നന്ദുവും വേദും അവന് പുറകെ ഓടി. അവർ പുഴ കടന്ന് അക്കരെ എത്തി. നന്ദു വന്ന് കാറിന്റെ ഡോർ ഓപ്പൺ ചെയ്തു കൊടുത്തു. ശ്രീ മിച്ചുവിനെ കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടു. നന്ദുവിന്റെ കയ്യിൽ നിന്ന് ഷർട്ട് വാങ്ങിയിട്ട് അവൻ വേഗം ഡ്രൈവർ സീറ്റിലേക്ക് കയറി. എടാ, ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ? വേണ്ടടാ, ഇവളെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇവിടെ വേണം. എന്നാ വേഗം വിട്ടോ, അവരെ കൂട്ടി ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. അതും പറഞ്ഞ് ശ്രീ വേഗം വണ്ടിയെടുത്തു. ശ്രീയുടെ കാർ വനപാതയിലൂടെ പാഞ്ഞു പോവുകയാണ്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും അവൻ മിച്ചുവിനെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ വാടി തളർന്നു കിടക്കുവാണ്. അത് കാണുക അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ശ്രീ കാറിന്റെ വേഗത കൂട്ടി. കുറച്ചു സമയത്തെ യാത്രയ്ക്കൊടുവിൽ ശ്രീയുടെ കാർ ശ്രീമംഗലം തറവാട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. അവൻ തിടുക്കത്തെ കാറിന് വെളിയിൽ ഇറങ്ങി. ഉമ്മറത്ത് കയറി വാതിൽ തുറന്നു. അതിനുശേഷം പുറത്തേക്ക് വന്ന് കാറിൽ നിന്ന് മിച്ചുവിനെ തന്റെ കൈകളെ കോരിയെടുത്ത് അകത്തേക്ക് കയറി. ശ്രീ മിച്ചുവിനെ കൊണ്ട് നേരെ അവളുടെ മുറിയിലേക്കാണ് പോയത്. അവളെ ബെഡിൽ കിടത്തി അവൻ താഴേക്ക് വന്നു. ഉമ്മറവാതിൽ അടച്ച് അവൻ തിരികെ മിച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു. ശ്രീ മിച്ചുവിന്റെ അടുത്തേക്ക് ഇരുന്ന് അവളുടെ കവളെ കൈ ചേർത്ത് വിളിച്ചു. മോളെ, ഡാ. അവൾ കണ്ണു തുറന്നില്ല. അവളെ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശ്രീ വേഗം അവിടെ നിന്ന് എണീറ്റ് കബോർഡ് തുറന്ന് അവളുടെ ഒരു ജോഡി ഡ്രസ്സ് എടുത്തു. അതുമായി അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് അവൻ അവളുടെ കഴുത്ത് വരെ പുതപ്പിച്ചു. യാതൊരുവിധ പതർച്ചയും കൂടാതെ, വേണ്ടാത്തൊരു നോട്ടമോ അരുതാത്തൊരു സ്പർശനമോ കൂടാതെ അവൻ അവളുടെ നനഞ്ഞ ഡ്രസ്സ് അഴിച്ചു മാറ്റി ദേഹം തുടച്ച് അവൾക്ക് പുതിയ ഡ്രസ്സ് അണിയിച്ചു കൊടുത്തു. അപ്പോൾ അവന്റെ ഉള്ളിൽ തന്റെ പ്രാണനോടുള്ള കരുതലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു വികാരങ്ങളൊന്നും തന്നെ അവനെ കീഴ്പ്പെടുത്തിയില്ല. അവൻ അവളുടെ കാലിന് ചുവട്ടിലിരുന്ന് കാൽപാദം തിരുമ്മി ചൂട് പിടിപ്പിച്ചു. ശേഷം കൈപ്പത്തിയിൽ നന്നായി തിരുമ്മി ചൂട് പിടിപ്പിച്ചു. ശ്രീ അവളുടെ നെറ്റി കൈവച്ച് നോക്കി. നല്ല ചൂടുണ്ടല്ലോ. അവൻ അവിടെ നിന്ന് എണീറ്റ് പോയി ഒരു പാത്രത്തിൽ വെള്ളവും അല്പം വെള്ളത്തുണി ടാബ്ലറ്റുമായി വന്നു. അവൻ ആ തുണി നനച്ച് അവളുടെ നെറ്റിയിലിട്ടു. വീണ്ടും അവളുടെ കാൽപാദം കൈവെള്ളയും മാറി മാറി തിരുമാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ മിച്ചുവിന്റെ കൃഷ്ണമണികൾ ചലിച്ചു. അവൾ പതിയെ കണ്ണ് ചിമ്മി തുറന്നു. ഡാ മോളെ. ഏട്ടാ. ഒന്നുമില്ല കേട്ടോ, ഒരുപാട് നനഞ്ഞതല്ലേ, അതുകൊണ്ടാട്ടോ. അവൻ പതിയെ അവളെ പിടിച്ചുയർത്തി ഹെഡ് ഡ്രസ്സിൽ ചാരിയിരുത്തി. ടേബിളിൽ വെച്ചിരുന്ന മരുന്നും വെള്ളവും എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. വാ തുറന്നേ. അവൾ പതിയെ വാ തുറന്നു. ശ്രീയ ടാബ്ലറ്റ് അവളുടെ നാക്കിൽ വെച്ച് വെള്ളം പിടിപ്പിച്ചു കൊടുത്തു. അവൻ അവളെ വീണ്ടും ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ചു കൊടുത്തു. കിടന്നോട്ടോ, ഏട്ടൻ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പൊ വരാമേ. അവൻ അവളുടെ കവിളൊന്ന് ചുംബിച്ചു. അവന്റെ മുറിയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ശ്രീ ഡ്രസ്സ് മാറി അടുക്കളയിലേക്ക് പോയി ഒരു ചുക്ക് കാപ്പിയിട്ട് മിച്ചുവിന്റെ അടുത്തേക്ക് വന്നു. അവൻ വരുമ്പോ കൊച്ചവനെ കാത്തു കിടക്കുവാണ്. അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു. കാപ്പി ടേബിളിൽ വെച്ച് അവളെ വീണ്ടും എണീപ്പിച്ചിരുത്തി. ഇത് കുടിച്ചേ. മിച്ചു അവനെ നോക്കി ഒന്ന് ചിരിച്ച് ആ കാപ്പി വാങ്ങി ഊതി ഊതി പതിയെ കുടിച്ചു. ശ്രീ അവളെ ഒന്ന് നോക്കി ചിരിച്ച് അവിടെ നിന്നും എണീറ്റ് അവളുടെ ഊരിയിട്ട ഡ്രസ്സൊക്കെ എടുത്ത് ലോണ്ടറി ബോക്സിലിട്ടു. അപ്പോഴാണ് മിച്ചു തന്റെ ശരീരത്തോട്ട് നോക്കുന്നത്. എന്റെ ഡ്രസ്സ് ആരാ മാറ്റിയേ? ശ്രീ ഒരു കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അവളുടെ അടുത്തിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഞാനാ മാറ്റിയേ, എന്തേ? മിച്ചു ഒന്ന് ഞെട്ടി അവനെ നോക്കി. എന്താണ് മിത്രക്കുട്ടി ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഒന്നും കണ്ടില്ല കേട്ടോ, നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു നിന്നെ. ഷീറ്റ് പുതപ്പിച്ച ഞാൻ ഡ്രസ്സ് മാറി. മിച്ചു അവനെ നോക്കിയൊന്ന് ചിരിച്ചു. പെട്ടെന്ന് പുറത്ത് ഇടിവെട്ടി. അവൾ ഞെട്ടി അവനെ കെട്ടിപ്പിടിച്ചു. ഷീ ഒരു ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് ഷീയുടെ ഫോൺ റിംഗ് ചെയ്തത്. അവൻ എടുത്തു നോക്കി. ഏട്ടൻ കോളിംഗ്. ഒരു കൈകൊണ്ട് മിച്ചുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ ഷീ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഏട്ടാ, എങ്ങനുണ്ട് മിച്ചുവിന്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഏട്ടാ, നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ ടാബ്ലറ്റ് കൊടുത്തു, അവൾ ഓക്കെയാണ്. എല്ലാവരോടും പേടിക്കണ്ടെന്ന് പറഞ്ഞേക്കേ. ഓ, സമാധാനായി. ഞങ്ങൾ ആകെ പേടിച്ചു നിൽക്കുമായിരുന്നു. ഇവിടെ നല്ല മഴയാടാ. ഇപ്പൊ പുഴ കിടക്കുന്ന റിസ്ക് ആണ്. മഴ തോർന്നിട്ട് ഇറങ്ങിയാൽ മതി. ഏട്ടത്തി കൂടെ ഉള്ളത്, റിസ്ക് എടുക്കണ്ട. ശരിയടാ, എന്നാ ഞാൻ വെക്കുക, അവിടെ എത്തുമ്പോ വിളിക്കാം. ശരിയേട്ടാ. അവൻ അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി ടേബിളിൽ വെച്ചു. ഇപ്പോഴും മിച്ചു ഷീയുടെ നെഞ്ചിച്ചാരി ഇരിക്കുവാണ്. അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവര് വരാൻ ലേറ്റാകും. എന്റെ കൊച്ചിന് വിശക്കുന്നുണ്ടോ? അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നിരുന്നു. പുറത്ത് മഴ ആർത്തലച്ച് പെയ്യാൻ തുടങ്ങി. തണുത്ത കാറ്റ് വീശിയടിച്ചു. അതിനനുസരിച്ച് ഷീയുടെ മേലുള്ള മിച്ചുവിന്റെ പിടിമുറുകെ. എന്താടാ, തണുക്കുന്നുണ്ടോ എന്റെ കൊച്ചിന്? അല്ലാണ്ട്.
മിച്ചു ശ്രീയുടെ മുഖത്ത് നോക്കി കൊച്ചു കുട്ടികളുടെ ഭാവത്തോടെ പറഞ്ഞു. ശ്രീ ഒരു ചിരിയോടെ ഹെഡ്രസ്സിൽ ചാരിയിരുന്ന് അവളെ എടുത്ത് മടിയിൽ വെച്ചു. മിച്ചു അവനെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. അവൾ പതിയെ അവന്റെ ടീഷർട്ടിനിടയിലൂടെ നൂഴ്ന്നു കയറി അവന്റെ നഗ്നമായ മാറിൽ അമർന്നിരുന്നു. അവനൊരു ചിരിയോടെ അവളുടെ പ്രവൃത്തി നോക്കിയിരുന്നു. ഏട്ടാ, എന്താടാ, എനിക്കൊരു പാട്ട് പാടിത്തരൂ? പിന്നെന്നാ? അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. പുറത്ത് മഴ കൂടുതൽ ശക്തി പ്രാപിച്ചു. പുറത്തു നിന്ന് വീശുന്ന തണുത്ത കാറ്റിൽ മുറിയിലെ കർട്ടനൊക്കെ പറന്നു കളിക്കുന്നുണ്ട്. ശ്രീ പാടി നിർത്തി മിച്ചുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അന്നേരം തന്നെ മിച്ചു അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ കൊരുത്തു. ഇരുവരുടെയും മുഖത്ത് മറ്റൊരു ഭാവം നിറഞ്ഞു. ജനാലെ കൂടെ അകത്തേക്ക് വരുന്ന കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നു. മിച്ചു പതിയെ ഒന്ന് ഉയർന്ന് അവന്റെ ചുണ്ടുകളെ അമർത്തി ചുംബിച്ചു. ശ്രീയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ ആ പകപ്പ് ഒരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. അവനും ആ ചുംബനത്തിൽ ലയിച്ചു. അവളുടെ ചുണ്ടുകളെ വേർപെടുത്താതെ തന്നെ അവൻ തന്റെ ടീഷർട്ട് ഊരി മാറ്റി. മിച്ചു ചുംബനത്തിൽ ലയിച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. അവന്റെ കൈകൾ അവളുടെ ടീഷർട്ടിനുള്ളിലേക്ക് കടന്ന് അവളുടെ നഗ്നമായ ഇടുപ്പിൽ സ്ഥാനം പിടിച്ചു. അവൻ അവളുടെ കീഴ്ചുണ്ട് വായിലാക്കി പതിയെ നുണഞ്ഞു, ഒട്ടും വേദനിപ്പിക്കാതെ. പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ അവൻ അവളുടെ അതരങ്ങളിലെ തേൻ നുകർന്നു. അവരുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. ശ്രീ മിച്ചുവിന്റെ മേൽച്ചുണ്ട് കീഴ്ചുണ്ട് മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. എത്ര നുകർന്നിട്ടും മതി വരാത്ത പോലെ. ചുംബനത്തിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ അവരുടെ നാവും ഇണചേർന്നു. രണ്ടുപേരുടെ ഉമിനീര് കൂടിക്കലർന്നു. രക്തത്തിന്റെ രുചി അറിഞ്ഞിട്ടും രണ്ടുപേരും പിന്മാറാൻ കൂട്ടാക്കിയില്ല. അവർ മത്സരിച്ച് ചുംബിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ശ്വാസം വില്ലനായപ്പോൾ അവർ അവരുടെ ചുണ്ടുകളെ വേർപെടുത്തി. മിച്ചു അവന്റെ നെഞ്ചു വീണ് കിതപ്പകറ്റി. ശ്രീ ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ ഹൃദയമെടുപ്പ് സാധാരണ നിലയിലേക്ക് എത്തിയതും അവൻ അവളെ നേരെ ഇരുത്തി അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്തു. അവളുടെ മുഖം ചുവന്നു തൊടുത്തിരുന്നു. അവളുടെ ഉള്ളിലെ നിർവൃത്തി ചുണ്ടിൽ ഒരു ചിരിയായി പ്രതിഫലിച്ചു. അവളുടെ കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കം അനുഭവപ്പെട്ടു. ശ്രീ അവളിൽ തന്നെ ലയിച്ചിരുന്നു. മിത്ര, ഒരു താങ്ക്സിലൂടെ ഈ നിമിഷത്തിന്റെ മനോഹാരിത ഞാൻ കളയില്ല. നമുക്കിടയിൽ അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് യു ആർ മൈ ഗേൾ, മൈ ലവ്. നിന്നേക്കാളും അവകാശം എനിക്കാണ്. നിന്റെ ഓരോ അണുവിനും ഈ ലോകത്തിൽ ഞാൻ മാത്രമാണ് അവകാശി. അവൾ അവനെ ഇറുകെ പുണർന്നു. ശ്രീ അവളുടെ മുടിയിൽ തലോടി. ഏട്ടാ, നമുക്ക് ബാൽക്കണിയിൽ പോവാം. നല്ല തണുപ്പുണ്ടടാ. ഒന്നാമത്തെ എന്റെ കൊച്ചിന് വയ്യ. നമുക്ക് ഇവിടെ ഇരിക്കാം. ഈ നെഞ്ചിലെ ചൂടുപറ്റിയിരുന്ന് എനിക്ക് തണുക്കില്ല. നമുക്ക് അങ്ങോട്ട് പോവാം പ്ലീസ്. അവൾ കുഞ്ഞു കുട്ടികളെ പോലെ വാശി പിടിച്ചു. ഈ പെണ്ണ്. അവൻ പതിയെ അവളെ മടിയിൽ നിന്ന് ഇറക്കി ബെഡിലിരുത്തി ടീഷർട്ട് എടുത്തിട്ടു. അവൻ ബെഡിൽ നിന്നിറങ്ങി ഒരു ഷീറ്റ് എടുത്ത് അവളുടെ കൈ കൊടുത്ത് അവളെ കോരിയെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. അവൻ ബാൽക്കണിയിൽ ചെന്ന് അവിടെയുള്ള ആട്ടുകെട്ടിൽ ഇരുന്നു. മിച്ചുവിനെ മടിയിലിരുത്തി ഷീറ്റ് കൊണ്ട് രണ്ടുപേരെ ഒരുമിച്ച് മൂടി. അവന്റെ ചൂടേറ്റ് അവനോട് ചേർന്ന് അവൾ അവിടെ ഇരുന്ന് ആ മഴ ആസ്വദിച്ചു. ശ്രീ അവളുടെ തോളിൽ നിന്ന് ടീഷർട്ട് അല്പം മാറ്റി അവിടെ പതിയെ ചുണ്ടു ചേർത്തു. മിച്ചു ഒന്ന് പുളഞ്ഞുപോയി. അവന്റെ ചുണ്ടുകൾ അവിടെ നിന്ന് അവളുടെ കഴുത്തിലൂടെ മുകളിലേക്ക് സഞ്ചരിച്ചു. മിച്ചു കണ്ണുകൾ ഇറുകെ അടച്ച് അവളുടെ വയറിൽ അമർന്നിരിക്കുന്ന അവന്റെ കൈകളെ മുറുകെ പിടിച്ചു. അവൻ അവളുടെ ചെവിയിൽ പതിയെ ഒന്ന് കടിച്ച് അവിടെ ചുംബിച്ചു. മിത്ര, നിനക്കറിയണ്ടേ എന്റെ ഉള്ളിൽ നീ കയറിയത് എങ്ങനെയാന്ന്? വേണം. നിന്നോടുള്ള എന്റെ പ്രണയത്തെ എങ്ങനെ നിനക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ലടാ. ഇന്നേ വരെ എനിക്ക് മറ്റാരോടും ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. ജനനവും ആത്മാർത്ഥ പ്രണയവും മരണവും ഒരു വ്യക്തിക്ക് ഒരിക്കലേ ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്റെ ഹൃദയം വല്ലാണ്ട് മിടിച്ചു. നീയാണ് എന്റെ പെണ്ണെന്ന് ആരോ ഉള്ളിയിരുന്ന് പറയുന്ന പോലെ. ആദ്യ കാഴ്ചയിൽ തന്നെ നിന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. അന്ന് എനിക്കറിയില്ലായിരുന്നു നീ എനിക്ക് അവകാശപ്പെട്ടവൾ തന്നെയാണെന്ന്. ഇനിയും കണ്ടുമുട്ടോ എന്ന് പോലും അറിയാണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മിച്ചു ഒരു സംശയത്തോടെ ശ്രീയെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം അവന് മനസ്സിലായി. ഞാൻ നിന്നെ ആദ്യം കാണുന്ന ഇവിടെ വെച്ചല്ല. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ വെച്ച്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മാളിൽ വെച്ച നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. അവൾക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ വന്നേയായിരുന്നു ഞാൻ. ഗിഫ്റ്റ് നോക്കി നടക്കുമ്പോഴാണ് നീ എന്റെ കണ്ണിൽപ്പെട്ടത്. ഞാൻ നോക്കുമ്പോൾ എന്റെ ഈ പാവക്കുട്ടി ഒരു സാരി നോക്കി നിൽക്കുന്നു. ഒരു പിങ്ക് ടോപ്പും വൈറ്റ് പാന്റും ഒക്കെ ഇട്ട് മുടിയൊക്കെ വിടർത്തിയിട്ട് ഒരു കുഞ്ഞു ബേബി ഡോളിനെ പോലെ. എന്തോ കണ്ണെടുക്കാൻ തോന്നിയില്ല എനിക്ക്. അതുവരെ ഇല്ലാത്ത എന്തൊക്കെയോ വികാരങ്ങൾ എന്റെ ഉള്ളിൽ നാമ്പെടുക്കുന്നത് ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് തന്നെ നീ നിന്റെ ഫ്രണ്ടിന്റെ കൂടെ അവിടെ നിന്നും പോയി. നിന്റെ പുറകെ വന്നെങ്കിലും നിന്നെ കണ്ടില്ല. നിരാശയോടെയാ അവിടെ നിന്ന് ഞാൻ പോയി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നിന്റെ കുസൃതി നിറഞ്ഞ ഈ കണ്ണുകൾ എന്നെ വല്ലാണ്ട് വേട്ടയാടി. ഒടുവിൽ നീ എനിക്കുള്ളതാണ്, വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമെന്നും മനസ്സിൽ പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ നിന്നെ ഞാൻ കാണുന്നത് അന്ന് കാവിലെ പൂജയ്ക്ക് കുളക്കടവിൽ വെച്ചാ. അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
അന്ന് ഞാൻ ഉറപ്പിച്ചതാ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ ഈ പാവക്കുട്ടിയായിരിക്കുമെന്ന്. ശ്രീ പറയുന്നതൊക്കെ ഒരു അത്ഭുതത്തോടെ മിച്ചു കേട്ടിരുന്നു. എന്നിട്ടെന്താ എന്നോട് പറയാനേ? എനിക്ക് നിന്നോടുള്ള പ്രണയം അറിഞ്ഞിട്ടാകരുത് നീ എന്നെ സ്നേഹിക്കാനെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിന്റെ കണ്ണിൽ എന്നോടുള്ള പ്രണയം കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ശ്രീ അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. എന്നിട്ട് കണ്ടോ? പിന്നെ എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണിലുണ്ടാകുന്ന തിളക്കം ഞാൻ എത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ലിഞ്ചു എന്നോട് ക്ലോസ് ആവുമ്പോൾ നിനക്കുണ്ടാകുന്ന കുശുമ്പ്, അതിന്റെ പേരിൽ നീ എന്നോട് കാണിക്കുന്ന കള്ളപ്പരിഭവമൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു. ദുഷ്ട, അവൾ വന്ന് കിന്നരിക്കുന്ന കാണുമ്പോൾ എനിക്ക് രണ്ടിനെയും പിടിച്ച് കിണറ്റിലിടാനാ തോന്നാറ്. എന്റെ കുശുമ്പി പാറു. ശ്രീ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു. ഡേ, ഇനി അവളോട് നിങ്ങൾ കൊഞ്ചുന്ന കണ്ട നിങ്ങളെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ നല്ല വല്ല ചെക്കനും കെട്ടി എന്റെ പാട് നോക്കി പോവും. പറഞ്ഞില്ലാന്ന് വേണ്ട, അവസാനം ഞാൻ തേച്ചു വാർത്തു എന്നൊന്നും പറഞ്ഞു വന്നേക്കല്ലേ. ഡേ, നീ പോകൂടി. ആ പോവും എന്നൊന്ന് കാണുമല്ലോ. ശ്രീ അവളെ ആട്ടുകട്ടിലേക്ക് കിടത്തി അവൻ അവളുടെ മുകളിലെ ഇരുവശത്തും കൈകുത്തി കിടന്നു. മിച്ചു ആകെ പകച്ചുപോയി. ശ്രീ അവളിലേക്ക് മുഖം അടുപ്പിച്ചു. നീ പോകുവോ? പോകും. ശ്രീ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അവന്റെ ചുണ്ടുകളും നാവും അവളുടെ കഴുത്തിൽ ആകമാനം ഒഴുകി നടന്നു. അവൾ അവന്റെ ടീഷർട്ട് അള്ളിപ്പിടിച്ചു. ദീർഘനേരത്തെ തിരച്ചിലിനൊടുവിൽ അവളുടെ കഴുത്തിലെ നീല ഞരമ്പിൽ അവന്റെ ദൃഷ്ടി പതിഞ്ഞു. ശ്രീ കണ്ണുകൾ ഉയർത്തി മിച്ചുവിനെ ഒന്ന് നോക്കി. അവൾ കണ്ണുകൾ അടച്ച് അവന് വിധേയായി കിടക്കുകയാണ്. അവനൊരു ചിരിയോടെ അവളുടെ നീല ഞരമ്പിൽ പല്ലുകൾ അഴുത്തി ചുംബിച്ചു. ശ്രീ അവളുടെ കണ്ണുകൾക്ക് മീതെ ഊതി. മോള് പറഞ്ഞതിനുള്ള സമ്മാനം ദേ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പോടാ, എനിക്ക് നൊന്തു. അച്ചോടാ, വേദന ഇപ്പൊ മാറ്റിത്തരാട്ടോ. അവൻ അതും പറഞ്ഞ് വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ചുംബിച്ചു. അവളുടെ നീലം ഞരമ്പിൽ നാവ് കൊണ്ട് തഴുകി. ഇപ്പൊ മാറിയില്ലേ? അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പുറത്തേക്ക് നോക്കി ചരിഞ്ഞു കിടന്നു. ശ്രീയും ഒരു ചിരിയോടെ അവളിലേക്ക് ചേർന്ന് കിടന്നു. അവനൊരു കൈ നീട്ടി വെച്ച് അവളുടെ തല അതിൽ വെപ്പിച്ചു. മറുകൈ അവളുടെ വയറിലൂടെ ചുറ്റി അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവൻ അവളുടെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി. നിനക്ക് എന്നിൽ നിന്നും എനിക്ക് നിന്നിൽ നിന്നും ഒരു മോചനം സാധ്യമല്ല മോളെ. അങ്ങനെ ഒരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ ദേവന്റെ മിത്രയെ ജീവിച്ച് മരിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ പോലും അറിയാണ്ട് എന്റെ ഉള്ളിൽ കയറിക്കൂടിയ മുഖമാണിത്. എപ്പോ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ഇഷ്ട എനിക്ക് എന്റെ ഈ ദേവനെ, ഈ പാർവതിയുടെ മഹാദേവനെ. അവൾ അവന് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. അവൻ അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തു. നിന്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥയാണ്. നിന്റെ അവകാശി ഞാനാണ്. നമുക്കിടയിൽ മറ്റൊരാൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഈ സ്വാർത്ഥതയെ ഞാൻ പ്രണയിക്കുന്നു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു. വാ, അകത്തേക്ക് പോവാം. ഇനി തണുപ്പടിച്ച എന്റെ കൊച്ചിന് പനി കൂടും. അതും പറഞ്ഞ് ശ്രീ എണീറ്റ് നിന്നു മിച്ചുവിനെ നോക്കി. മിച്ചു അവിടെ കിടന്നുകൊണ്ട് തന്നെ ഒരു ചിരിയോടെ ശ്രീക്ക് നേരെ കൈയുയർത്തി കാണിച്ചു. ഈ പെണ്ണ്. അവൻ അവളെ കോരിയെടുത്ത് അകത്തേക്ക് കയറി. ശ്രീ മിച്ചുവിനെ കൊണ്ട് കട്ടിലേക്ക് എടുത്തി പുതപ്പിച്ചു കൊടുത്തു. ശ്രീ തിരിഞ്ഞു നടക്കുന്ന കണ്ടപ്പോ മിച്ചു അവനോട് പറഞ്ഞു, ഇവിടെ വന്ന് കിടക്കട ഡാക്കുളെ. ഡേഡി, നീ എന്താ വിളിച്ചേ? പിന്നല്ലാണ്ട് എന്നെ കടിച്ചു പറിച്ചിട്ടല്ലേ. ഇതൊക്കെ സാമ്പിളല്ലേ മോളെ. ദേവിയേ. ശ്രീ ഒരു ചിരിയോടെ ബാൽക്കണി ഡോർ അടച്ചിട്ട് വന്ന് മിച്ചുവിന്റെ അടുത്ത് കിടന്നു. അവൻ പതിയെ അവളുടെ തലയിൽ തലോടി കൊടുത്തു. ഉറങ്ങിക്കോട്ടോ. മിച്ചു ഒരു ചിരിയോടെ അവനെ ഇറുകെ പുണർന്നു കിടന്നു. അവനും അവളെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരും പതിയെ ഉറക്കത്തിലേക്ക് വീണു. ഏകദേശം രാത്രി 11 മണിയോടെ അടുത്താണ് ബാക്കിയുള്ളവർ മാന്ത്രികപ്പുരയിൽ നിന്ന് ഇറങ്ങിയത്. ഇങ്ങോട്ടുള്ള യാത്രയിൽ കുട്ടുവും അജുവും വേദം ടുട്ടുവും വൈശുവാണ് നന്ദുവിന്റെ കാറിൽ കയറാൻ തീരുമാനിച്ചത്. ആദ്യം തന്നെ വേദം ടുട്ടു നടുക്കാലത്തെ സീറ്റിൽ കയറി ഇരിപ്പുറപ്പിച്ചു. തൊട്ടു പുറകെ കുട്ടുവും അജുവും പുറകെ കയറിയിരുന്ന് ഉറക്കം തുടങ്ങി. വൈശു വന്നപ്പോ നന്ദു അവൾക്ക് ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ച് കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. ഒരു ചിരിയോടെ നന്ദു ഡ്രൈവർ സീറ്റിലേക്കും കയറി വണ്ടിയെടുത്തു. നന്ദുവും വൈശു ഒഴിച്ച് ബാക്കി 4 എണ്ണവും ചക്ക വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങുവാണ്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും നന്ദു ഇടയ്ക്കിടയ്ക്ക് വൈശുവിനെ നോക്കുന്നുണ്ട്. അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുവാണ്. നന്ദുവിന്റെ കണ്ണുകൾ അവളുടെ പീലി നിറഞ്ഞ കണ്ണുകളിൽ ഉടക്കി. അവയ്ക്ക് വല്ലാത്തൊരു ആകർഷണം ഉള്ളതായി അവന് തോന്നി. കാറ്റിൽ അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. ആ മുടിയിഴകൾ അവൾ ചെവിക്ക് പുറകിലേക്ക് ഒതുക്കി വെക്കുന്നുമുണ്ട്. വൈശുവിന്റെ ഓരോ പ്രവൃത്തിയും അവൻ കൗതുകത്തോടെ നോക്കിക്കണ്ടു. അവളുടെ കുസൃതി നിറഞ്ഞ മുഖം കാണുക അവനെ പ്രണയവും വാത്സല്യവും കൂടിക്കലർന്ന ഒരു ഭാവം നിറഞ്ഞു. പെട്ടെന്നാണ് അവൾ നന്ദുവിനെ നോക്കിയത്. നന്ദു അവളെ നോക്കുന്നത് വൈശു കണ്ടു. എന്താ മാഷെ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. എന്നാ നേരെ നോക്കി വണ്ടി ഓടിക്കൂട്ടോ. എനിക്കെന്റെ ജീവനി കൊതിയുണ്ടേ. പൊടി പൊടി. അല്ല വൈശുട്ടി, വീട്ടിലെത്താൻ ഇനിയും സമയമുണ്ട്. നമുക്ക് കുറച്ച് സംസാരിച്ചാലോ? എന്റെ അത്തിപ്പാറ മുത്തി, ഞാൻ എന്തായി കേട്ടത്? എന്താടി? അല്ല, കഴിഞ്ഞ ദിവസം വരെ എന്നെ കണ്ട കടിച്ചു കയറാൻ നിന്ന കടുവയാണോ ഇത്? കടുവ നിന്റെ അച്ഛൻ. വൈശു ഒന്ന് എളിച്ചു കാണിച്ചു. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
അപ്പ, അമ്മ, ഒരു ചേച്ചി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു കേട്ടോ. പ്രണയവിവാഹമായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. അവിടെ സ്റ്റോറി പറ, കേക്കട്ടെ. സംഭവം രസ. ചേച്ചിയുടെ കൂടെ കോളേജിൽ പഠിച്ച കിരൺ ചേട്ടൻ. ആദ്യം അവര് കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. ചങ്ക് ബ്രോ ആണെന്നൊക്കെ പറഞ്ഞു നടന്നവളാ. അവസാനം ടൂറിന് പോയപ്പോ അവര് സെറ്റായി. പിന്നെ 4 വർഷത്തോളം അവര് പ്രണയിച്ചു. ചേട്ടൻ വീട്ടിൽ വന്ന് ചോദിച്ചു. ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായെങ്കിലും പിന്നെ അങ്ങ് നടത്തി കൊടുത്തു. ഇല്ലെങ്കിൽ പെണ്ണ അംഗം വെട്ടിയനെ. കെട്ടുവാണെ ചേട്ടനെ കെട്ടു എന്നവൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അവര് വന്ന് ചോദിക്കും വരെ ആ റിലേഷന്റെ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. എനിക്കറിയായിരുന്നു. അവള് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. വേറെ ആർക്കും അറിയില്ലായിരുന്നു. അമ്മയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങളാരാ മക്കൾ, പിടി കൊടുക്കൂ. അവര് ഫ്രണ്ട്സ് ആയോണ്ട് ചേട്ടൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരികയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും അമ്മ അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല. അടിപൊളി. നിനക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ലേ? നന്ദു വൈശുവിന്റെ മറുപടിക്കായി കാതോർത്തു. വൈശു ഒന്ന് പതറി. ഈശ്വരാ, ഇങ്ങനോട് എനിക്ക് ഫീലിങ്സ് ഉണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? അതെങ്ങാനും അറിഞ്ഞ അടുത്ത അടിയാകും. ഒരു പ്രശ്നം തീർന്നേ ഉള്ളൂ. വൈശു ആത്മകഥം പറഞ്ഞു. ഏയ്, ഇതുവരെ അങ്ങനെ ആരോടും പ്രണയമൊന്നും തോന്നിയിട്ടില്ല. നല്ല അന്തസ്സായി വായി നോക്കും കേട്ടോ. അത്രേ ഉള്ളൂ. നിന്റെ കോഴി ഫാമിന് ഞാൻ ഷട്ടർ ഇട്ടോളാം മോളെ. എന്തായാലും വേറെ ആരും മനസ്സിലില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. നന്ദു ആത്മകഥം പറഞ്ഞു. ചേട്ടൻ അങ്ങനെ വല്ലതും ഉണ്ടോ? എന്റെയും ശ്രീയുടെയും കാഴ്ചപ്പാട് ഒരുപോലെ. പ്രണയിക്കുകയാണെ ആത്മാർത്ഥമായി പ്രണയിക്കണം. ആ പ്രണയത്തെ സ്വന്തമാക്കുകയും വേണം. എന്റെ പ്രണയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. വായിച്ചു അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും പുറത്തോട്ട് നോക്കിയിരുന്നു. നമ്മുടെ വഴക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? ഞാനെപ്പോഴേ റെഡി. അപ്പൊ ഡി. രണ്ടുപേരും കൈ കൊടുത്ത് ഫ്രണ്ട്സായി. പതിയെ പതിയെ അവർക്കിടയിലുണ്ടായിരുന്ന ചെറിയ അകൽച്ച പോലും ഇല്ലാണ്ടായി. വായിച്ചു വാതോരാതെ സംസാരിക്കുന്നുണ്ട്. നന്ദു അതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നു. അവന്റെ വിശേഷങ്ങൾ അവനും അവളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ യാത്രയിലൂടെ നന്ദുവും വായിച്ചു നല്ല കട്ട ഫ്രണ്ട്സായി. ഏറ്റവും നല്ല സുഹൃത്തിനാണല്ലോ ഏറ്റവും നല്ല ജീവിത പങ്കാളിയാകാൻ സാധിക്കുക. അവരുടെ ജീവിതയാത്ര അവിടെ തുടങ്ങുകയായിരുന്നു.